ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് പ്ലസ് വൈബ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്നും ഒരു യാത്രയിലാണ് ഗൈസ്. പക്ഷേ യാത്രയ്ക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതെന്ത് പുതിയ കോലം എന്നൊക്കെ. അതെ ഗൈസ്, എൻ്റെ കല്യാണം കഴിഞ്ഞു. പക്ഷേ വീഡിയോ ഒന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചതാ ഓരോ ദിവസത്തെ പാട്ടായിട്ട് എടുക്കണമെന്ന്. പക്ഷേ എന്താണെന്നറിയില്ല, എൻ്റെ കല്യാണം എനിക്കെന്നെ ഭയങ്കര ഞാൻ കഴിഞ്ഞു അല്ലേ, അങ്ങനത്തെ ഒരു ഇതായി പോയി. ഭയങ്കര തിരക്കായി പോയി, ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി ക്യാമറാമാൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി വെക്കണം വീഡിയോസിൽ. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ. എന്തെൻ്റെ വിശേഷം? സുഖാണോ? എന്നെ കെട്ടിയോട് കൂടിയുള്ള സമാധാനം ചിരിക്കടു. അപ്പൊ ഞങ്ങള് ചെറിയൊരു യാത്രയിലാണ്. എറണാകുളത്ത് നിന്ന് പോയോണ്ടിരിക്കണതാണ് കേട്ടോ. മുട്ടം പണി കിട്ടിയിട്ടാണ് ഇരിക്കണേ. തൃശ്ശൂർക്ക് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പരിപാടി ഉണ്ട്. അപ്പം വരാപ്പുഴ വഴി പോയതാണ്. പക്ഷെ അവിടെ ഒട്ടുക്കൊത്ത ബ്ലോക്ക്, മുടിഞ്ഞ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ ബ്ലോക്ക്. അങ്ങനെ അവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് നമ്മൾ അന്വേഷിച്ച് വഴിതേ തൃശ്ശൂർക്ക് പോയോണ്ടിരിക്കുക. അങ്കമാലി കഴിഞ്ഞു. പൊതുവേ നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു സെക്കൻഡ് സാറ്റർഡേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ മാമന്മാര് നിൽക്കുന്നുണ്ട്. പിന്നെ മാമന്മാര് നിൽക്കണ കാരണം പിന്നെ പറയും വേണ്ട, ഇല്ലാത്ത ബ്ലോക്ക് വന്നോളൂ. അപ്പൊ ഞങ്ങൾ റൈഡർ കണ്ണാപ്പിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ അങ്ങോട്ടല്ല, ഇപ്രാവശ്യം ഞങ്ങളൊരു ചേഞ്ച് വരുത്തിയേക്കാണ്. സാധാരണ ചായ കുടിക്കാൻ മൂന്നാർ വഴിയാണ് പോവാറ്. മൂന്നാർ വരെയാണ് പോവാറ്. ഇപ്രാവശ്യം ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നത് വയനാടുക്കാണ് ഗൈസ്. ഹണിമൂൺ ട്രിപ്പ് ഒന്നല്ല, ചെറിയൊരു യാത്ര അല്ലേ? അയ്യോ അതെ, ഭയങ്കര ബിസിനസ് മാൻ ആയതുകൊണ്ട് ബിസിനസ് ട്രിപ്പാണ്. എന്നോട് പോസ്റ്റ് ആക്കാനാണ് ഈ പോണത് കേട്ടാ, വേറെ കേസ്. പക്ഷെ നമ്മൾ ആദ്യമായിട്ടല്ലേ നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് പോണത്. മറ്റേ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോവാറല്ലേ? ആണോ? അങ്ങനെയല്ല, നമ്മളൊറ്റയ്ക്ക്. പിന്നെ ഗൈസ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാണ്. കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ പോയോണ്ടിരിക്കുകയാണ്. അപ്പൊ തൃശ്ശൂരിൽ നിന്ന് രണ്ടുപേരെ എടുക്കാനുണ്ട്. ഡിജോന്റെ ഫ്രണ്ടായിട്ടുള്ള ജിയോ ചേട്ടനും റോമിയും അവരുടെ ഉണ്ണിയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് അതൊന്നും എടുക്കാനുള്ള സ്പേസ് ഉണ്ടായില്ല എൻ്റെ ഫോണിൽ. ഫോൺ എന്നെ ചതിച്ചു. അപ്പോൾ ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതാണ് റോമി, ജിയോ ചേട്ടനും അവരുടെ ഉണ്ണിയും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ സാറിൻ്റെ കൂടെയാണ് പോകുന്നത്. അതായത് ഡിജോൻ്റെ സാറുണ്ട് വയനാട്. അപ്പോൾ സാറിൻ്റെ കൂടെയാണ് പോകുന്നത്. സാറിന് അധികം ക്യാമറ സ്പേസും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ പുള്ളീനെ മൊത്തത്തിൽ ഒഴിവാക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ എന്നാലും ഇടയ്ക്കത്തിലൊക്കെ അവിടെ നിന്നൊക്കെ കാണാം കേട്ടോ. അപ്പം ഇതാണ് പോകുന്ന വഴി. പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയനാട് ദുരന്തം നടന്ന മുണ്ടക്കയോ ഇല്ല, അങ്ങോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി നിറച്ച് കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇടിച്ച് പൊളിച്ചിട്ടിട്ടുണ്ട്. അത് ഇടിഞ്ഞ് വീണതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ കിടക്കണുണ്ട്. പക്ഷേ വഴി മൊത്തം കാണുമ്പോൾ ഒരു ഭീകരത എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഡിജോ ഫ്രണ്ടിൽ നമ്മുടെ പടം നയിക്കണ കുതിരാനെ പോലെ പോകുന്നുണ്ട് കേട്ടോ. വണ്ടി ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ വേറെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതെന്താ സംഭവം. അപ്പോൾ നിറച്ച് പച്ചപ്പുള്ള വഴിയെ കൂടെയാണ് നമ്മൾ പോകുന്നത്. വയനാട് പിന്നെ അങ്ങനെയാണല്ലോ, ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട്. എന്നാൽ വലിയ തണുപ്പൊന്നുമില്ല, എന്നാൽ ചൂടുണ്ടോ ചൂടുമില്ല. അപ്പോൾ ഇങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. പക്ഷേ ഈ സ്ഥലം കാണുമ്പോൾ ഒരു ഭീകരതയുണ്ട്. എന്താണെന്നറിയില്ല, എനിക്ക് പേടിച്ചിട്ടാണോന്നറിയില്ല. പേടിയല്ല, ഒരു അതിങ്ങനെ നടന്നിട്ടുണ്ടല്ലോ എന്നുള്ള മനസ്സിലിങ്ങനെ നിൽക്കുമ്പോഴേ ഒരു ചെറിയൊരു ടെൻഷൻ.
ദേ നമ്മൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ആ ദുരന്തം നടന്ന സ്ഥലം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മൂകത, എന്താ പറയുക, ആരവം ഒന്നുമില്ല, ഭയങ്കര ശാന്തത. അവരിപ്പോഴും ആ ഒരു ഷോക്കിൽ നിന്ന് റിക്കവറി ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ ഇതാണ് സ്ഥലം. കയറി ചെല്ലുമ്പം തന്നെ വലിയ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആ ദുരന്തത്തിൽ മരിച്ചു പോയവരുടെ ഫോട്ടോസാണ് വെച്ചേക്കണേ കേട്ടോ. എനിക്കതെന്തോ കണ്ടിട്ട് ഭയങ്കര നെഞ്ചത്ത് വിഷമവും കാര്യങ്ങളൊക്കെ വന്ന് എനിക്ക് സഹിച്ചില്ല അത് കണ്ടിട്ട്. എന്തായാലും ഒന്നറിയാത്ത ആൾക്കാർ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒന്ന് കണ്ണടച്ച് തുറക്കണ നേരം കൊണ്ട് എല്ലാവരും വിട്ടുപോയി. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് നടക്കുമ്പോൾ ശരിക്കും നമ്മുടെ ആർമിക്കാർ നിർമ്മിച്ച ബെയിലിപ്പാലം നമുക്ക് കാണാൻ പറ്റും. അപ്പം അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത്ര വെയിറ്റിനും കൂടുതലുള്ള വണ്ടികളൊന്നും പോകരുത്, ഇത്ര ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഫുള്ളി അവിടെ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടി വിയിൽ കാണുന്ന പോലെ ഒന്നല്ല, നേരിട്ട് വന്ന് കാണുമ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് അതിഭീകരമാണ്. കാരണം ഈ സ്ഥലം ഇങ്ങനെയൊന്നല്ലായിരുന്നു, ഇതുപോലെ അല്ലായിരുന്നു. എങ്ങനെ നിന്നിരുന്നൊരു സ്ഥലമാണ്, ഇങ്ങനെ തുടച്ച് മാറ്റാന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ചെയ്തു വെച്ചേക്കണ പ്രകൃതി. എന്തോ ഭാഗ്യത്തിന് അധികം ഒന്നും പറ്റിയില്ല. ഇനി ഇതിൽ കൂടുതൽ എന്ത് പറ്റാനല്ലേ. ഒരു വല്ലാത്ത അവസ്ഥയായി പോയി. എല്ലാവരുടെ ജീവിതവും നശിപ്പിച്ച് ജീവനും കൊണ്ടുപോയി. ആ കാണുന്ന മലയിൽ നിന്നാണ് വന്നതെന്നാണ് അവിടുത്തെ ചേട്ടന്മാരൊക്കെ പറഞ്ഞിട്ട്, എനിക്കറിയില്ല, അവർ പറഞ്ഞറിവുള്ളൂ. അപ്പോൾ നിറച്ച് കല്ലും കട്ടയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കണേ കേട്ടോ. ആ വീടിൻ്റെ ഒക്കെ അവസ്ഥ നോക്കിയ, സൈഡിൽ നിൽക്കണതിൻ്റെ ഒക്കെ ദൈവമേ സഹിക്കില്ല. വലിയ വലിയ പാറക്കഷ്ണങ്ങളും ഇതൊക്കെയാണ് കിടക്കണത്. ആ സൈഡിലൊക്കെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ഒരു കനാല് കൂരിട്ട ഒരു അവസ്ഥ ഇങ്ങനെ കാണുമ്പോൾ അല്ലേ. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് ഇവിടുത്തെ ടൂറിസം കാര്യങ്ങളൊക്കെ എന്തോരം ഡൗൺ ആയിന്നറിയോ. പക്ഷെ ഇപ്പം ഒന്ന് അനങ്ങി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഈ ചേട്ടൻ പറയണേ കേട്ടാ. ടൂറിസ്റ്റുകളൊന്നും വരണില്ല, ഇങ്ങനൊരു ഇതുള്ള സംഭവമായതുകൊണ്ട്. ട്രക്കിങ്ങിനൊക്കെ കിടക്കുന്ന വണ്ടികളാണ്. അപ്പം ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് പേരൊക്കെ വരണുണ്ട്. പക്ഷെ അധികം നേരം നിൽക്കണില്ല, വേഗം വേഗം പോകാൻ കണ്ടിട്ട് വേഗം പോകണം. അധികം ആരും ഇവിടെ നിൽക്കണില്ല കേട്ടോ അധികം നേരം ഒന്നും. ഞങ്ങളാണ് പിന്നെയും കുറച്ച് നേരം അവിടെ നിന്നത്. അപ്പോൾ ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി ഭണ്ഡാരം മാത്രമായിട്ടാണ് നിൽക്കണേന്നൊക്കെ പറയണുണ്ട്. വല്ലാത്ത അവസ്ഥ. നമ്മൾ ഈ ടി വിയിൽ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്കിങ്ങനെ വിറയ്ക്കും മുട്ട്. കാരണം അതുപോലെയാണ്. ആ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ പണ്ടത്തെ സ്ഥലം എങ്ങനെയാണെന്ന് കാണാൻ പറ്റും. വല്ലാത്തൊരു അവസ്ഥയല്ല, വല്ലാത്തൊരു എന്താ പറയുക, ഒരു ഭീകരത. കണ്ടില്ലേ ആ വീടൊക്കെ ഇങ്ങനെ കണ്ടില്ലേ, എന്തോരം നമ്മളൊക്കെ ഒരു വീട് വയ്ക്കുന്നത് എത്ര ആശിച്ചും കഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും. ഒരൊറ്റ ദുരന്തം കൊണ്ട് എത്ര പേരുടെ ജീവിതവും ജീവനൊക്കെ പോയില്ലേ. ഓ ഭയങ്കരം പൊന്നി. അങ്ങനത്തെ ഈ കാണുന്നതൊക്കെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാണ്. കാരണം അധികം നേരം ഇനി നിൽക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക് പോവാണ്. അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടി കേട്ടോ. അത് അസാധ്യ വണ്ടിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഡിജോടെ സാറ് വന്നിട്ട് എന്നാൽ നിങ്ങൾ നിൽക്കുക, ഞാൻ വീഡിയോ എടുത്തരാമെന്ന് പറഞ്ഞിട്ട് സാറ് എടുത്തരാൻ വീഡിയോ ആണ് കേട്ടത്. അപ്പം വണ്ടീനെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ, അസാധ്യ വണ്ടിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോഴ്സിൻ്റെ ബോഡിയും ബെൻസിൻ്റെ എൻജിനാണ് ഇതിന് വരണേ കേട്ടോ. അപ്പം അസാമാന്യ പവർ വണ്ടിയാണ്. വണ്ടി ഇത്തിരി പഴയതാണെങ്കിലും സാധനം പവറാണ്. കാരണം ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ എന്തൊരു രസമാണ് ആ വണ്ടിയിലിരിക്കാമെന്നറിയോ. ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നല്ല രസത്തിൽ ഇങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് ഓടിക്കുക, നല്ല നൈസ് വണ്ടിയാണ്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് പണ്ടേ ഇങ്ങനെ ഈ റയർ വണ്ടികൾ കാണുമ്പോൾ ചെറിയൊരു എന്താ പറയുക, ഇത്തിരി കമ്പം കൂടുതലാണ്. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് എടുക്കാണ്ടിരിക്കാനും പറ്റണില്ല. അങ്ങനെ നൈസായിട്ട് ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ്. നൈസാണ് കേട്ടോ സംഗതി, ഒരു രക്ഷയില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് വണ്ടി എടുക്കുന്നത് ഡിജോയാണ്. അപ്പോൾ ഡിജോ അത് പറപ്പിക്കുന്നുണ്ട് കേട്ടോ, നൈസായിട്ട് നല്ല രസമായിട്ട് പറപ്പിക്കുന്നുണ്ട്. പവർ വണ്ടിയാണ്, ഞാൻ പറയാണ്ട് തന്നെ അറിയാലോ. അങ്ങനെ നമ്മളിതേ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത നമ്മുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് നമ്മുടെ 900 കണ്ടിയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം ട്രക്കിങ് ചെയ്തിട്ടാണ് അങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകണത് കേട്ടോ. അപ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആണ്, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം കാണിക്കാം. അങ്ങനെ നമ്മളിത് ട്രക്കിങ്ങിന് പോകുന്നതിന് മുന്നേ നൈസായിട്ടൊരു ചായയും കാര്യങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഫുഡ് കഴിക്കാൻ പറ്റില്ലല്ലോ, കാരണം
ട്രക്കിങ്ങിന് പോകുമ്പോൾ പിന്നെ വൊമിറ്റ് ചെയ്ത് കൊളാവും. അപ്പോൾ അത് കാരണം നൈസായിട്ട് നമ്മൾ വെള്ളം മാത്രമാണ് കുടിച്ചേക്കണേ. അങ്ങനെ നമ്മൾ ട്രക്കിങ്ങിന് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്താവും എങ്ങനെയാവും എന്നൊന്നും യാതൊരു പിടുത്തമില്ലാണ്ടാണ് ഞാൻ പോണേട്ടോ. അപ്പം ആദ്യമൊക്കെ കയറിയപ്പോൾ അടിപൊളി സൂപ്പർ എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വിധം മാറി തുടങ്ങി. കാരണം കുലുക്കി സർബത്തല്ല, മറ്റേ കരിമ്പൻ ജ്യൂസ് അടിക്കണ മാതിരി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരെയും. അതുപോലത്തെ ട്രക്കിംഗ് ആയിരുന്നു എൻ്റെ പൊന്നോ. ഞാൻ വേറെ കുറേ ട്രക്കിങ് പോയിട്ടുണ്ടെങ്കിലും ഇമ്മാതിരി ട്രക്കിങ് ഞാൻ പോയിട്ടില്ല. അതുപോലത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഓഫ് റോഡ്. എൻ്റെ പൊന്നെ വല്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പുറത്തേക്ക് പോവുമോ അതോ അകത്തോട്ട് പോവുമോ എന്നുള്ളൊരു ഇതിലാണ്. അതിൻ്റെ ഇടയിൽ ഇത് കാടും കൂടിയാണ്. അപ്പം ഏതെങ്കിലും വൈൽഡ് ആനിമലുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. എങ്ങാനും മുന്നിൽ വന്ന് ചാടിയാൽ പിന്നെ കഴിഞ്ഞില്ലേ. അപ്പം അതും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പോയോണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ്, നല്ല രസമുണ്ടായിരുന്നു. ഇത് വല്ലാത്ത എക്സ്പീരിയൻസാണ്. ഒരു വട്ടമെങ്കിലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് വരാൻ നിന്ന ടൈമിൽ ഇത്രയ്ക്ക് ദൂരം ഉണ്ടെന്നൊന്നും എനിക്കറിയണ്ടായിരുന്നില്ല 900 കണ്ടി. പക്ഷേ ഇത് അടിപൊളിയാണ്. ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ആയ കാരണം എക്സൈറ്റഡ് ആണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ എന്താ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇനി പോകുമ്പോഴേ അറിയുള്ളൂ. ശരിക്കും കാടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു പ്ലേസ് തന്നെയാണ് ഈ 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് ഇട്ടാൽ. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ ചതുപ്പ് നിലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ശരിക്കും ഇങ്ങനെ പുല്ല് നിൽക്കണ വരെ നിൽക്കണല്ലേ. അയ്യോ ചതുപ്പാണ് അതൊക്കെ. അപ്പോൾ ശരിക്കും നല്ല എൻജോയ് ചെയ്തിട്ടാണ്. കുറേ കുരങ്ങന്മാരേനൊക്കെ കണ്ടു. വേറെ വൈൽഡ് ആനിമലിനൊന്നും ഞങ്ങൾ കണ്ടില്ല. പക്ഷേ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് അഡൽട്ടിന് എത്രയോ 250 അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ എക്സ്ട്രാ ആക്ടിവിറ്റീസിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ അവിടെ ആകാശൂഞ്ഞാൽ, അതുപോലെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, സൈക്ലിങ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലോട്ട് കിടക്കുകയാണ്. മറ്റേ റൈഫിളും അതുപോലെ തന്നെ ആർച്ചറിയാണ് ഉള്ളത്. അങ്ങനെ ഡിജോ കാര്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് എന്തോ മിസ്സിങ് ഉള്ള ഒരു ഗണ്ണാണ്. കറക്റ്റ് എയിം ചെയ്തിട്ട് നമുക്ക് കിട്ടണമല്ലേ. അപ്പോൾ കുറേയൊക്കെ നോക്കണുണ്ട് പാവം. എന്നാലും അടുത്തേ കൂടെ ഒക്കെ പോകണുണ്ട്, കറക്റ്റ് കിട്ടണമല്ലേ. എന്നിട്ട് പറയും കാറ്റാണെന്നൊക്കെ. അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ ആർച്ചറിയിലോട്ട് എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോഴും ഇത് തന്നെയാണ് പ്രശ്നം. അതിൻ്റെ എക്യുപ്മെൻറ്റ്സിന് എന്തോ മിസ്സിങ് ഉണ്ട്, ലൂസാണ്. അപ്പോൾ കറക്റ്റ് നമ്മൾ എയിം ചെയ്യുമ്പോൾ കിട്ടണമല്ലേ. പക്ഷെ എന്നാലും ഡിജോ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കതുപോലും പറ്റില്ല, അത് വേറെ കാര്യം. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞപ്പം സാറ് കയറി ആർച്ചറി ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ആണെങ്കിലും കറക്റ്റ് എയിം ചെയ്യണോടത്ത് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്തോ മിസ്സിങ് ആണ്. അത് കഴിഞ്ഞ് ഞങ്ങളിത് നേരെ പോകുന്നത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വായിൽ നിന്ന് പറയുമ്പോൾ അതൊക്കെ വന്നു തുടങ്ങി. കാരണം നല്ല കുത്തനെയുള്ള കയറ്റാണ്. അപ്പം കുറച്ച് ഞാൻ പാടുപെട്ടു. എന്നാലും അസാധ്യ വ്യൂ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാലെടുത്ത് വെക്കാനായിട്ട് ഭയങ്കര പേടി. കാരണം എങ്ങാനും താഴോട്ട് പോയാലോ, വെയിറ്റ് തീരെ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി ട്രീ ടോപ്പിലിൻ്റെ വ്യൂ കാണാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ട്രീ ടോപ്പിൻ്റെ അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അന്നക്കൊച്ച് എന്നെ വന്ന് വിളിച്ചു കൊണ്ടുപോവാണ്.
അപ്പോൾ ഇതാണ് ട്രീ ടോപ്പ് വ്യൂ. അപ്പം അതും കിടിലനാണ് കേട്ടോ. പക്ഷെ കുറേ നടക്കണമെന്നേ, നടന്ന് ഊപ്പാടളകും. അപ്പോൾ അതേ മേളിലോട്ട് എത്തിയിട്ടുണ്ട്. നല്ല വ്യൂ ആണ്. അപ്പോൾ ഡിജോ അവിടെ വന്നിട്ട് അതിൻ്റെ സ്ട്രോങ്നെസ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ്. അങ്ങനെ മേളിലെത്തിയപ്പോൾ അതും നല്ല വ്യൂ, എന്താ ഒരു വ്യൂ. അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ചില്ലായിട്ട് നിന്ന്, കുറച്ച് കസാരയും കൂടി ഇട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ അതിനുള്ള ഫെസിലിറ്റി ഒന്നുമില്ല. പക്ഷേ നല്ല അടിപൊളി തണുപ്പും കാര്യങ്ങളും വ്യൂ എല്ലാം ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നൈസായിട്ട് താഴോട്ട് ഇറങ്ങി. അവിടെ ആണെങ്കിൽ കുറച്ചൊരു പ്ലേ ഏരിയ അവർ വെച്ചിട്ടുണ്ട്. ക്രിക്കറ്റ്, അതുപോലെ തന്നെ ബോള്, അങ്ങനെ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. നല്ല രസമുണ്ട്. അതുപോലെ റോപ്പിൻ്റെ ഉണ്ട്. അപ്പോൾ അതേ ഇവരുടെ കുട്ടിക്കാലം അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ് ജിയോ ചേർന്നും ഡിജോണും. അടിക്കുന്നത് മൊത്തം 6-4 ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ കളിയൊക്കെ ഇപ്പോൾ വാശിക്ക് അടിക്കുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ച് നേരം കളിച്ച് പിന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി ഗൈസ്. അങ്ങനെ നേരം പോയത് അറിഞ്ഞില്ല. അങ്ങനെ അവിടുന്ന് വീണ്ടും നമ്മളൊരു ചായയും കാര്യങ്ങളൊക്കെ കഴിച്ച് പിരിയാണ്. പക്ഷെ ഞാനിത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. എന്നാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.